ലെവൽസ് ഓഫ് ക്രിയേറ്റിവിറ്റീനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇർവിംഗ് എ ടൈലർ, എ സൈക്കോളജിസ്റ്റ് who studied creativity and creative process, arranged creativity levels into a creativity hierarchy that recognizes 5 levels. ഇർവിംഗ് എ ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ക്രിയേറ്റിവിറ്റീനെ കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 തരത്തിലുള്ള ക്രിയേറ്റീവ് ലെവൽസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതൊരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ആ 5 ലെവൽസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫസ്റ്റ് എക്സ്പ്രസീവ് ലെവൽ, സെക്കൻഡ് പ്രോഡക്റ്റീവ് ലെവൽ ഓർ ടെക്നിക്കൽ ലെവൽ, തേർഡ് ഡിസ്കവറിംഗ് ലെവൽ ഓർ ഇൻവെൻറ്റീവ് ലെവൽ, ഫോർത്ത് ഇന്നവേറ്റീവ് ലെവൽ ആൻഡ് ലാസ്റ്റ് വൺ എമർജൻസി ലെവൽ. ഇനി അതൊക്കെ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്പ്രസീവ് ലെവൽ. The first level incorporates the primitive and intuitive expression, often found in children who have not been trained in the skills. This level is characterized by spontaneity and freedom. This is typical of children at the early childhood. അപ്പോൾ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എക്സ്പ്രസീവ് ലെവലാണ്. ഈ ഒരു ലെവലിൽ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ലെവല് കൂടുതലായിട്ട് കാണുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതായത് നമുക്ക് യാതൊരു ട്രെയിനിങ്ങോ ഒന്നും കിട്ടാതെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്ന ഒരു ലെവലാണ് ഏതെന്ന് പറഞ്ഞത് എക്സ്പ്രസീവ് ലെവൽ എന്ന് പറയുന്നത്. അത് കൂടുതൽ സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആവും, അല്ലെങ്കിൽ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആവും ഉണ്ടാവുക. അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ തന്നെ ഇൻഡ്യൂറ്റീവ് ആയിട്ടായിരിക്കും ഇവിടെ എക്സ്പ്രഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. ഇനി രണ്ടാമത്തേതായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റീവ് ഓർ ടെക്നിക്കൽ ലെവലാണ്. ദ സെക്കൻഡ് ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ദ അക്കാദമിക് ആൻഡ് ടെക്നിക്കൽ ലെവൽ. അതായത് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നൊരു ലെവലാണ് ഇതെന്ന് പറഞ്ഞത് പ്രോഡക്റ്റീവ് ഓർ ടെക്നിക്കൽ ലെവൽ എന്ന് പറയുന്നത്. അറ്റ് ദിസ് ലെവൽ ദ ചൈൽഡ് ലേൺസ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഡെവലപ്പിംഗ് എ പ്രൊഫിഷ്യൻസി ദാറ്റ് എലോസ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഇൻ എ myriad of ways. On the basis of expressive creativity, the individual acquires certain ways, techniques and expressions for his idea. അതായത് കുട്ടികൾ ചില സ്കിൽസും ടെക്നിക്സും ഒക്കെ പഠിച്ചെടുക്കും. അതുവഴി അവർ പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ ഈ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഡിസ്കവറിംഗ് ലെവൽ ഓർ ഇൻവെൻറ്റീവ് ലെവൽ. ദ ഇൻഡിവിജ്വൽ ഡിസ്കവേഴ്സ് സംതിങ് ന്യൂ ഫ്രം പാസ്റ്റ് നോളജ്. ഇൻ ദിസ് സ്റ്റേജ് വി ഡെവലപ്പ് ദ എബിലിറ്റി ടു ക്രിയേറ്റീവ്ലി കമ്പൈൻ എക്സിസ്റ്റിംഗ് ടെക്നിക്കൽ കോൺസെപ്റ്റ്സ് using prior design solutions to create new designs. Examples might be to use an old item in a new way. അതായത് മൂന്നാമത്തെ ലെവലിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് പഴയ കാര്യങ്ങളെ മോഡിഫൈ ചെയ്യുന്ന ഒരു ലെവലാണ്. നമ്മൾ പഴയ ഒരു കാര്യത്തെ പുതിയ രീതിയിലേക്ക് മാറ്റുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ പഴയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്നതാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇന്നവേറ്റീവ് ലെവൽ. അറ്റ് ദ ലെവൽ ഓഫ് ഇന്നവേഷൻ ദ ചൈൽഡ് ബിക്കംസ് മോർ ഒറിജിനൽ. ഇന്നവേറ്റീവ് ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ് ഡിപ്പാർട്ടിംഗ് ഫ്രം എക്സിസ്റ്റിംഗ് തിങ്കിങ് പാറ്റേൺസ് ആൻഡ് മേക്കിംഗ് ദ ലീപ്പ് ടു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് results in something that seemingly has not been done before. At this level, on the basis of the comprehensions of the principle of cause-effect relations of problems, the individual make innovations and improvements in what already exists at a high level. Now the child breaks the boundaries. അതായത് നാലാമത്തെ ലെവലിലുള്ള അല്ലെങ്കിൽ നാലാമത്തെ കാറ്റഗറിയിലുള്ളവർക്കാണ് കൂടുതൽ ഒറിജിനാലിറ്റി കാണുന്നത്. അതായത് ഇവിടെ മുന്നേ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നിലവിലുള്ള ചിന്താരീതിയിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് പുതിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ട്
പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലെവലാണ് ഇന്നോവേറ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മുന്നിലുണ്ടാവുന്ന ബൗണ്ടറീസൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഒറിജിനാലിറ്റി കാണുന്നത്. ഫിഫ്ത്ത് വൺ, എമർജൻസി ലെവൽ. Emergent creativity is the highest creative level. The fifth level of creativity is characterized as genius. This level is attained by only few people. At this level, previous knowledge and notions are restructured, leading to the emergence of new theories and trends or a new school of thought. ലാസ്റ്റ് ലെവലായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തതാണ് എമർജൻസി ലെവൽ. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അറ്റൈൻ ചെയ്തിട്ടുള്ളവർ നമ്മൾ ജീനിയസ് നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായാലും ശരി, നോളജ് ആയാലും ശരി, അതിനെല്ലാം റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് പുതിയ കുറച്ച് തിയറീസ് അതുപോലെ പുതിയ ട്രെൻഡ്സൊക്കെ കൊണ്ടുവരുന്ന ഒരു ക്രിയേറ്റിവിറ്റി ലെവലാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എക്സ്പ്രസീവ് ക്രിയേറ്റിവിറ്റി, ദെൻ ടെക്നിക്കൽ ക്രിയേറ്റിവിറ്റി, ഇൻവെൻറ്റീവ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ക്രിയേറ്റിവിറ്റി, എമർജൻറ്റ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇത്രയാണ് ലെവൽസ് ഓഫ് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത്.